തൊള്ളേറ്റൊന്ന് പറഞ്ഞ് കാട്ടിക്കൂട്ടിലൊന്ന് കാട്ടിക്കൂട്ടി കൊണ്ട് നടക്കുക അല്ലേ നൗഷാദേ? അതല്ല നിങ്ങളെ പണി. തൊള്ളേറ്റൊന്നും ഇങ്ങോട്ട് സ്റ്റേജ് ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കടന്നിട്ട് ഇങ്ങോട്ട് അലറുക. അതിൻ്റെ ബാസൊക്കെ പാടം ഇങ്ങോട്ട് തുറന്നിട്ടിട്ട് ഇങ്ങോട്ട് അലറുക. എന്നിട്ടോ അത് അവിടെ നിന്ന് കാട്ടുന്നത് വേറെ. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഓരോ പരിപാടികൾ ഓരോ കവലകളിൽ നടക്കണമെങ്കിൽ എന്ത് വേണം? ശംസുൽ ഉലമൻ്റെ ആൾക്കാരാണെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ അതിൽപ്പെട്ട ആൾക്കാർ കുറച്ച് ആൾക്കാരെങ്കിലും ഒപ്പം നിൽക്കുമല്ലോ. അതിന് വേണ്ടിക്കൊണ്ട് കടന്നിങ്ങനെ ചാകുക. ശംസുൽ ഉലമയുമായിക്കൊണ്ട് ഇവർ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു നിലക്കുള്ള ബന്ധമല്ല. ഏതായാലും നൗഷാദ് ഒന്ന് പറയട്ടെ, എന്നിട്ട് നമുക്ക് ശംസുൽ ഉലമനെ കൊണ്ടുവരാം. അതല്ലേ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ ശരീഅത്തും ത്വരീഖത്തും മഅരിഫത്തും ഹഖീഖത്തും എല്ലാം ശംസുൽ ഉലമയാണ്. എങ്ങനെയുണ്ട് എൻ്റെ വർത്താനം? ഞങ്ങളുടെ ശരീഅത്തും ത്വരീഖത്തും ഹഖീഖത്തും മഅരിഫത്തും ഒക്കെ ശംസുൽ ഉലമയാണ്. ശംസുൽ ഉലമൻ്റെ ത്വരീഖിലൂടെയാണ്. ശംസുൽ ഉലമൻ്റെ ത്വരീഖിലൂടെയാണ്. ശംസുൽ ഉലമ ഈ കള്ളത്വരീഖത്തുകാരെ എത്രങ്ങാനും ആൾക്കാരെ പേര് പറഞ്ഞു ഒഴിവാക്കിയിട്ടുണ്ട്. ശംസുൽ ഉലമ പറയുന്നുണ്ട്, അതൊന്ന് കേട്ടു നോക്കി. ഇപ്പം ശംസുൽ ഉലമയിലുണ്ടോ? ശംസുൽ ഉലമൻ്റെ 8 അരികിൽ പോയിട്ടുണ്ടോ എന്നൊന്ന് നോക്കി. പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപം തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള എത്രയോ കള്ളശൈഖന്മാരെ കേരളത്തിലുണ്ട്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമം, യഥാർത്ഥ ഇസ്ലാമിൻ്റെ നിയമം തള്ളിപ്പറഞ്ഞുകൊണ്ട് എത്രയോ കള്ളശൈഖന്മാർ കേരളത്തിലുണ്ട്. ശംസുൽ ഉലമ പറഞ്ഞതാണത്, പ്രസംഗിക്കുകയാണത്. നൗഷാദിൻ്റെ വാദം ഷെയ്ഖന്മാർ ഇല്ല എന്നാണ്. കള്ളശൈഖന്മാർ ഇല്ല എന്നാണ് നൗഷാദിൻ്റെ വാദം. ശംസുൽ ഉലമ പറയുന്നു കള്ളശൈഖന്മാർ പരിശുദ്ധ ദീനിൻ്റെ യഥാർത്ഥ രൂപം തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ളത് ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട്. ശംസുൽ ഉലമ പറയുന്നു. തനി ഹൈന്ദവ സിദ്ധാന്തവുമായി കേരളത്തിൽ കുറെ കള്ളശൈഖന്മാർ. അതാ ശംസുൽ ഉലമ പറയുന്നു ഹൈന്ദവ സിദ്ധാന്തവുമായി കൊണ്ട് ഒരുപാട് കള്ളശൈഖന്മാർ വന്നിട്ടുണ്ട്. നമ്മൊന്ന് മനസ്സിലാക്കണം. ഇവിടെ കുരുവട്ടൂരികൾ ഹൈന്ദവ സിദ്ധാന്തമാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിക്കൊണ്ടാണ് ഇത് ഇട്ടിരിക്കുന്നത്. ശംസുൽ ഉലമൻ്റെ കറാമത്താണത്. അന്ന് പറഞ്ഞേക്കണം ഇങ്ങനെ കുരുവട്ടൂരികൾ വരുന്നുള്ളത്. കുരുവട്ടൂരികൾ ഇങ്ങനെ വരുന്നുള്ളത് കാരണം എന്തുകൊണ്ട്? CH മുസ്തഫാനെ കൊണ്ടുപോയില്ലേ? CH മുസ്തഫാനെ കൊണ്ടുപോയി സ്റ്റേജ് കയറ്റിയില്ലേ? CH മുസ്തഫാനെ കൊണ്ട് അവിടെ പ്രസംഗിപ്പിച്ചില്ലേ? CH മുസ്തഫ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്റെ പേര് പറഞ്ഞുകൊണ്ട് അവരെക്കാൾ മേലെയാണെന്ന് പറഞ്ഞില്ലേ? ധാരാ പറഞ്ഞത്? നൗഷാദ് പറഞ്ഞതാ. എന്താ പറഞ്ഞത്? CH മുസ്തഫ മൗലാന പേരോട് ഉസ്താദിനേക്കാൾ നല്ല ആളാണ് എന്നാണ് ആര് പറഞ്ഞത്? നൗഷാദ് പറഞ്ഞത്, കുരുവട്ടൂരികൾ പറഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ടവരെ ഇവിടെ മനസ്സിലാക്കണം. ശംസുൽ ഉലമൻ്റെ കറാമത്ത് നോക്കുങ്ങൾ എത്രയോ മുന്നേ പറഞ്ഞതാണത്. ശംസുൽ ഉലമ തെളിഞ്ഞില്ലേ? നോക്കി നിങ്ങൾ. വെറും ഹൈന്ദവ സിദ്ധാന്തമല്ലേ ഉള്ളത്. നൗഷാദ് പറഞ്ഞത് ആരെ പറ്റിയിട്ടാണ്? CH മുസ്തഫ ഏറ്റവും നല്ല ആളാണെന്നാണ്. CH മുസ്തഫ ശരിക്ക് ഒരു ചേകനൂരാണ്. ചേകനൂര് വാദമുള്ള ആളാണ്. ഒരു മിനി ചേകനൂരാണ്. ആ ചേകനൂരിനെ കൊണ്ടുപോയിട്ടാണ് എന്ത് ചെയ്തത്? ആ സ്റ്റേജിൽ കൊണ്ടുപോയി ഇരുത്തുകയും പരിപാടിയിൽ പ്രസംഗിപ്പിക്കുകയും മാത്രമല്ല പുറത്തിറങ്ങിയിട്ട് പിന്നത്തെ ഒരു പരിപാടിയിൽ CH മുസ്തഫ മൗലാന പേരോട് ഉസ്താദിനേക്കാളൊക്കെ നല്ല ആളാണെന്ന് പറഞ്ഞത്. ശംസുൽ ഉലമൻ്റെ കറാമത്താണ്. എന്നിട്ടോ ശംസുൽ ഉലമൻ്റെ ആളാണ്. എന്നിട്ടോ ഓനാ ശംസുൽ ഉലമൻ്റെ ആളാണെന്ന്. അദ്വൈത സിദ്ധാന്തങ്ങൾ, പുനർജന്മവാദം, ഈ നിലക്കുള്ള സിദ്ധാന്തങ്ങളുമായി കള്ളശൈഖന്മാരെ കേരളത്തിൽ വന്നു. ആ കള്ളശൈഖന്മാരെ എല്ലാം തന്നെ നിലക്ക് നിർത്താനും അതിന്റെ പൊള്ളത്തരം ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കാനും സമർത്ഥനീയമായിട്ടുള്ള നമുക്ക് സാധിക്കും. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അങ്ങനത്തെ കള്ളന്മാരുടെ പൊള്ളത്തരങ്ങൾ ജനങ്ങൾക്ക് തുറന്ന് കാണിച്ചു കൊടുക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് സാധിച്ചു. ശംസുൽ ഉലമ പറയുന്നത് സത്യമാണത്. പക്ഷേ ശംസുൽ ഉലമക്ക് ആദ്യം തന്നെ ഈ കാലഘട്ടങ്ങൾക്ക് മുമ്പ് തന്നെ അറിയാം ഇങ്ങനൊരു വലിയൊരു കുഫിരിയത്തിൻ്റെ വാദവുമായി കൊണ്ട് ഒരു ത്വരീഖത്തിൻ്റെ ആൾക്കാർ വരും, ഒരു കുരുവട്ടൂരികൾ വരും. ഓരോന്നിട്ട് എൻ്റെ പേര് പറയുന്നുള്ളതൊക്കെ ശംസുൽ ഉലമക്ക് അറിയാം. അതുകൊണ്ടാണ് ശംസുൽ ഉലമ ആദ്യം തന്നെ ഈ പ്രസംഗം അന്ന് പ്രസംഗിച്ചിട്ടുള്ളത്. ഇവർ കള്ളന്മാരാണ്. നോക്കണം, ശംസുൽ ഉലമ പ്രസംഗിച്ചതാണിത്. എന്നിട്ടാ ശംസുൽ ഉലമൻ്റെ മാർഗത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കുന്നത്. ഇനി ഏതാണ് ഈ കള്ളത്വരീഖത്തുകാർ? അത് ശംസുൽ ഉലമയുടെ ശിഷ്യനായ MT ഉസ്താദ് സംസാരിക്കുന്നുണ്ട്.
ഏതാണ് ഈ കള്ളത്വരീക്കത്തുകാർ, ആരാണിത്, ആരൊക്കെയാണ് എതിർത്തിട്ടുള്ളത് എന്ന് ശംസുൽ ഉലമയുടെ ശിഷ്യനായ MT ഉസ്താദ് സംസാരിക്കുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കുക. ഇങ്ങനെ ഓരോ തരീക്കത്തുകളെ അതൊക്കെ ഇന്ന് ഞാനൊരാളായിട്ട് വഅബ്ദു റബ്ബക ഹത്താ യഅതിയക്കൽ യഖീൻ ഇന്നലാ നിക്കരിച്ചത് അഖമിസ്സലാത്തലി ദിക്രി, അള്ളാഹുവിനെ സ്മരിക്കാനാ. അപ്പം അള്ളാഹുവിൻ്റെ സ്മരണ ഹൃദയത്തിൽ വന്നാൽ പിന്നെ നിക്കാരം വേണ്ട. ഈ ഇബാദത്തൊക്കെ അള്ളാഹുവിനെ ഓർക്കാനാ. അള്ളാഹുവിൻ്റെ ഓർമ്മ ഹൃദയത്തിൽ വന്നാൽ പിന്നെ നിസ്കാരം വേണ്ട, ലാഹിരിയായ ഇബാദത്തൊന്നും വേണ്ട. കുരൂർ തരീക്കത്ത്, ചോറ്റൂർ തരീക്കത്ത്, അങ്ങനെ എപ്പോഴും പല തരീക്കത്തുകളുണ്ട്. അതൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ ആളുകളുടെ അവസ്ഥ? ഒക്കെ ഈ കുഫ്രിയത്തിലേക്കും രിദ്ദത്തിലേക്കും പോകുന്ന തരീക്കത്തിലൂടെ പോകൂലേ? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ബഹുമാനികളെ, കേട്ടില്ലേ? ശംസുൽ ഉലമ എതിർത്ത ത്വരീക്കത്തുകളാണ് കുരൂര് ത്വരീക്കത്ത്, ചോറ്റൂര് ത്വരീക്കത്ത്, ശംസിയ ത്വരീക്കത്ത്, നൂരിഷ്യ ത്വരീക്കത്ത്. ഈ ത്വരീക്കത്തുകളൊക്കെ മഹാനായ ശംസുൽ ഉലമ EK ഉസ്താദ് അവരുകൾ എതിർത്ത ത്വരീക്കത്താണ്. ഈ ത്വരീക്കത്തുകളെ ഒന്ന് എതിർത്ത് നൗഷാദെ നിനക്ക് പ്രസംഗിക്കാൻ ധൈര്യമുണ്ടോ? നിന്നെ വെല്ലുവിളിക്കുകയാണ്. ആ ത്വരീക്കത്തുകളെ ഒന്ന് എതിർത്തുകൊണ്ട് നിനക്ക് പ്രസംഗിക്കാൻ ധൈര്യമുണ്ടോ? എൻ്റെ പമ്പൈസ് പറയുന്നു, ഒന്ന് കേട്ടോക്കാം. ത്വരീഖത്തിന്റെ മേഖലയിൽ പറയപ്പെട്ട പല മശായിഖന്മാരും ഇവിടെ ഉണ്ട്. ആയിക്കോട്ടെ, ത്വരീഖത്തിന്റെ മേഖലയിൽ പറയപ്പെട്ട മശായിഖന്മാരും ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞത്. ആയിക്കോട്ടെ, ഏതൊക്കെയാണത്? അതൊന്ന് നോക്കാം നമുക്ക്. അവരെക്കുറിച്ച് പുനരാലോചന നടത്തണം. അത് എങ്ങനെ? അവരെക്കുറിച്ച് പുനരാലോചന നടത്തണം. അഥവാ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആധികാരികമായി കൊണ്ട് അന്ന് ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും ഇവരൊക്കെ ഉള്ള കാലഘട്ടത്തിൽ എതിർത്ത ത്വരീക്കത്തിനെ സംബന്ധിച്ചാണ് പുനരാലോചന നടത്തണമെന്ന് ഈ കാട്ടുകള്ളനായ പമ്പൈസ് വന്നിട്ട് പറയുന്നത്, കുരുവട്ടൂരി വന്ന് പറയുന്നത്. എന്നിട്ട് ഇവരാ ശംസുൽ ഉലമൻ്റെ മാതൃക ഉണ്ട് എന്ന് പറയുന്നത്, ഇവർ ശംസുൽ ഉലമൻ്റെ പിന്നിലാന്ന് പറയുന്നത്. ബാക്കി ആരാണെന്നൊന്ന് കേട്ടു നോക്കാം നമുക്ക്. നടത്തണം. ഞാൻ ഒന്നിലേക്കും കടന്നു പോകുന്നില്ല. സമസ്ത തീരുമാനമെടുത്ത് ഒരുപാടുണ്ട്. ആയിക്കോട്ടെ, ഒന്നിക്കും കടന്നു പോകണ്ട. ശംസുൽ ഉലമ എതിർത്ത ആ ത്വരീക്കത്തിനെ അംഗീകരിച്ച ഏതൊക്കെ ത്വരീക്കത്ത് എന്നൊന്ന് പറഞ്ഞ അതൊന്ന് പറയാം. ചോറ്റൂര്, അതേപോലെ കുരൂര്, നൂരിഷ, അങ്ങനെ തുടങ്ങി ഒരുപാട്, ശംസിയ, ഇങ്ങനെ തുടങ്ങി ഈ പറയപ്പെട്ടതൊക്കെ പ്രത്യേക പേരിൽ അറിയപ്പെട്ടാലും ഒരു സമുദായം ആ പറയപ്പെട്ട ആളുകളൊക്കെ അള്ളാഹുവിന്റെ ഔലിയാക്കളാണെന്ന് വിശ്വസിച്ചവരും അംഗീകരിച്ചവരുമാണ്. കേട്ടില്ല നിങ്ങൾ? ഇവരൊക്കെ ശംസുൽ ഉലമൻ്റെ മാതൃകയാണ്, ശംസുൽ ഉലമയിലാണ് ഞങ്ങളുടെ മാതൃക എന്ന് ഓരോ സമയത്തും പ്രസംഗിക്കുന്ന ആളാണ് കുരുവട്ടൂരികളിൽപ്പെട്ട ഇവരെ നേതാവ് മുത്തപ്പ അഥവാ നൗഷാദ്. ഇവരെ മുത്തപ്പ നൗഷാദാണല്ലോ. നൗഷാദ് ഓരോ സ്ഥലങ്ങളിലും പ്രസംഗിക്കുന്നു. എന്നാൽ അതിലെ കാളിയപ്പനായ ഈ പമ്പൈസാണ് ഇപ്പം എന്ത് ചെയ്യണത്, പറയുന്നത് ചോറ്റൂര്, മറ്റേ നൂരിഷ്യ, അതുപോലെ തന്നെ ശംസിയ ത്വരീക്കത്തുകളൊക്കെ അതൊന്നും പിന്നെ തള്ളപ്പെടേണ്ടതല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു കാലഘട്ടത്തിൽ തള്ളപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഒരു കാലഘട്ടത്തിൽ തള്ളപ്പെട്ടു എന്ന് പറഞ്ഞാൽ കാന്തപുരം തള്ളിയതല്ലത്. അതിൻ്റെ മുമ്പ് ശംസുൽ ഉലമ EK ഉസ്താദും കണ്ണിയത്തും ഉസ്താദും ഒക്കെ ഉള്ള കാലഘട്ടത്തിൽ തള്ളപ്പെട്ട ത്വരീക്കത്തുകാരാണ് ഈ ത്വരീക്കത്തുകാർ. അഥവാ ഈ പമ്പൈസിനെ പ്രസവിക്കുന്നതിൻ്റെ മുമ്പ്, ഒന്നിരിക്കൽ എൻ്റെ അമ്മ അതിനെ കെട്ടിക്കുന്നതിൻ്റെ മുമ്പ് അക്കാലഘട്ടത്തിൽ എതിർക്കപ്പെട്ട ത്വരീക്കത്തുകാർ, ആ ത്വരീക്കത്തുകാരൊന്നും തള്ളപ്പെടേണ്ടവരല്ല. ആരാ പറയണത്? പമ്പൈസും കുരുവട്ടൂരികളും പറയുന്നു. എന്നാൽ ഇവർ ശംസുൽ ഉലമയിൽ മാതൃകയുണ്ട് എന്ന് പറയപ്പെട്ട ഈ ശംസുൽ ഉലമ തള്ളപ്പെട്ട ത്വരീക്കത്തുകാരെയാണ് ഇവർ അംഗീകരിക്കുന്നത്. നൗഷാദേ, എനിക്ക് ധൈര്യമുണ്ടോ? ഞങ്ങൾ ശംസിയ ത്വരീക്കത്തുകാരെ തള്ളുന്നു, നൂരിഷ ത്വരീക്കത്തുകാരെ ഞങ്ങൾ എതിർക്കുന്നു, അതുപോലെ തന്നെ മറ്റ് ഏത് ത്വരീക്കത്താണ് ആ ത്വരീക്കത്തുകാരെ ഞങ്ങൾ എതിർക്കുന്നു. അന്ന് സമസ്ത എതിർത്ത ആ ത്വരീക്കത്തുകാരെ ഞങ്ങൾ എതിർക്കുന്നുണ്ട് എന്ന് പറയാൻ ആണത്തണ്ടടാ എനിക്ക്. ഹലാലായ നല്ല ജന്മത്തിൽ പ്രസവിച്ച ഒരാളാണെങ്കിൽ കുഞ്ഞേമിനി, അന്നിയും അതുപോലെ തന്നെ പമ്പേസിനെ, കോമാട്ടുചാലയിൽ അദ്ദൂനിയും ഒക്കെ വെല്ലുവിളിക്കുകയാണ്. ധൈര്യം എനിക്ക് പറയാൻ. എന്നിട്ടാ ശംസുൽ ഉലമയിൽ മാതൃക ഉണ്ട് എന്ന് അറിയണത് ചേലക്കാതെ അടക്കുത്തരുന്നോ? അത് ആണോ അല്ലേ എന്നുള്ള തീരുമാനം കേവലം ഇങ്ങനെയുള്ള 40 ആൾക്കാരുടെ കൂട്ടായ്മ കൊണ്ട് തീരുമാനിക്കപ്പെടുന്നതല്ല. അതൊരിക്കലും ശരിയല്ല.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവരാണ് ശംസുലുലമയിൽ മാതൃകയുണ്ട്, ശംസുലുലമയുടെ പിൻഗാമികളാണ് ഞങ്ങൾ എന്ന് പറയുന്നു കുരുവട്ടൂരികൾ. ഇവരാണ് പറയുന്നത്. നോക്കിങ്ങള്, അഥവാ മഹാനായ ശംസുലുലമ EK ഉസ്താദും കണ്ണിയത്ത് ഉസ്താദ്, വരക്കൽ മുല്ലക്കോയ തങ്ങൾ, പാങ്ങിൽ ഉസ്താദ്, ഇതുപോലെ തന്നെ ഒരുപാട് ഉസ്താദുമാർ കൂടിയതാണ് 40 അംഗം. ആ 40 ആളുകൾ കൂടി തീരുമാനിച്ചത് ശരിയല്ല. ഇവൻ പറയാണ് അത് ശരിയല്ല. ഇവനന്ന് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇവൻ്റെ വാപ്പ പെണ്ണിട്ടിട്ടും കൂടിയില്ല. അക്കാലഘട്ടത്തിലാണെങ്കിൽ ഇവൻ്റെ വാപ്പന്നെ ഉണ്ടായിക്കണമെന്ന് അല്ലാഹു ആലം. അത്രയും മുമ്പാണ് ഈ ശംസിയ ത്വരീഖത്തുകാർക്ക്, കുരൂര് ത്വരീഖത്തുകാർക്ക്, നൂരിഷ ത്വരീഖത്തുകാർക്ക്, ഇതുപോലെ തന്നെ ചോറ്റൂര് ത്വരീഖത്തുകാർക്കൊക്കെ തീരുമാനം എടുക്കുന്നത് സമസ്ത. അത്രയും മുമ്പ് അങ്ങനെ ആ തീരുമാനമെടുത്ത തീരുമാനം ശരിയല്ല. 40 ആൾ കൂടി എടുത്ത തീരുമാനം ശരിയല്ല. എന്താ ഇവൻ്റെയൊക്കെ കാര്യം നോക്കുകയാണെങ്കിൽ, ഫഅബ്ദു റബ്ബക ഹത്താ യഅതിയക്കൽ യഖീൻ എന്നല്ലോ. ഓലൊക്കെ ഒരു യഖീനിലേക്ക് എത്തിക്കണ്. അതായിരിക്കും അഖിമിസ്സലാത്ത ലിദിക്രി എന്നൊക്കെ പറഞ്ഞില്ലേ, ഓർക്കുക, അതല്ലേ, സ്മരിക്കലാണല്ലോ. എന്താണ് കൂട്ടരെ ഈ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടിരിക്കണേ നമ്മൾ? സുബ്ഹാന ജല്ല ജലാലു. എന്നിട്ടാണ് ഇവർ പറയണത് ശംസുലുലമൻ്റെ യഥാർത്ഥ ആളുകൾ ഞങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് എടുക്കണേ. നിങ്ങൾ തേങ്ങട മൂടാണ്. ശംസുലുലമെങ്ങാനും ഈ കാലഘട്ടത്തിൽ ഉണ്ടെങ്കിണ്ടല്ലോ, ലീക്ക് വീരാൻ പറഞ്ഞതുപോലെ തെരണ്ടിമാർ അച്ചാറിൽ മുക്കിയിട്ട് സകലെണ്ണത്തിന് ആട്ടി തച്ചിട്ടുണ്ടാവും.